നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് സ്വർണത്തിന്റെ വില കയറിയിരിക്കുന്നു. 14,150 രൂപയാണ്. 24 ക്യാരറ്റും കയറിയിരിക്കുന്നു. 5,436 രൂപയാണ്. അത് സിൽവറിൽ ഏതൊരു ചേഞ്ചസും ഇല്ല എന്ന് പറയുന്നു. എന്താണ് കാര്യം എന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. അതിനെ RBI മാനേജ് ചെയ്ത് 9483 വരെയും കൊണ്ടു ചെന്നിരിക്കുന്നു. വന്നിട്ട് ഇറാനും അമേരിക്കയും സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന ഒരു വിശ്വാസത്തിൽ ഭംഗിയിരിക്കുന്നു. ഇരിക്കുന്ന സ്ഥിതിക്ക് നിഫ്റ്റി എക്സാക്റ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു. രാവിലെ ഇരുന്ന് ഇറങ്ങി കയറി എന്നാണ് ഇരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 40 പോയിന്റ് പ്ലസ്സിലിരിക്കുന്നു. ഓവറാളെ നോക്കിയാൽ ഇന്ന് ഓക്ടോ ഇൻഡെക്സ് രാവിലെ പ്ലസ്സിലിരുന്നു. IT നെഗറ്റീവിലിരുന്നു. FMCG നെഗറ്റീവിലിരുന്നു. ഫാർമയും മെറ്റലും ലൈറ്റായിട്ട് പോസിറ്റീവായിരുന്നു. ഓവറാളെ നോക്കുവാണെങ്കിൽ തേജസിന്റെ പോസ്റ്റന്റ് വന്നിട്ട് 15% കയറിയിരിക്കുന്നു. എന്തുകൊണ്ട് അത് 15% കയറിയിരുന്നു എന്നാൽ VPM ഡയറക്റ്റ് മൊബൈൽ വന്ന് അതിന് ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിയിരിക്കുന്നു. ഹീറോ മോട്ടോർ സൂപ്പർ റിസൾട്ടാണ്. 5.2% അപ്പ്. ബജാജ് ഓട്ടോ റിസൾട്ട് സൂപ്പർ. 52 വീക്ക് ഹൈ ആണ്. നമ്മൾ എന്തെന്ന് വെച്ചാൽ മാർക്കറ്റിലിരുന്ന ഒരു പ്രീമിയം ആയിട്ട് ബൈബാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയർസ് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. മണ്ടം 2.8% അപ്പാണ്. TVS മോട്ടോർ 2.8% അപ്പ്. അമർ രാജ 2.5% അപ്പ്. മുത്തൂട്ട് ഫൈനാൻസ് 1.8% അപ്പ്. പുറം 1.6 അപ്പ്. ഇന്നലെ ബ്ലോക്ക് ബസ്റ്റർ പോലെ കയറിയിരുന്ന ടാറ്റ കമേഴ്ഷ്യൽ ഇന്ന് 1.2% അപ്പാണ്. ഗോദ്രേജ് കൺസ്യൂമർ മാത്രം സെയിൽസ് നമ്പർ ഹാപ്പി ആയിട്ടില്ല. ഇത് വന്നിട്ട് ആക്ച്വലി FMCG കമ്പനിയാണ്. 5% മൈനസ്. തമിഴ്നാട് മെർക്കൻഡൈൽ ബാങ്ക് 2% മൈനസ്. കല്യാൺ ജ്വല്ലേഴ്സ് 1.8% മൈനസ്. ടൈറ്റൻ 1.5% മൈനസ്. കർണാടക ബാങ്ക് -1.3. സൗത്ത് ഇന്ത്യൻ ബാങ്ക് നല്ല റിസൾട്ട് തന്നാലും കൂടെ -1.3 ഇരിക്കുന്നത്. ഇപ്പോൾ അങ്കമയിലും കുറഞ്ഞിരിക്കുന്നു. TCSും കുറഞ്ഞിട്ടുണ്ട്. എല്ലാ IT സ്റ്റോക്കും താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട്സ് വന്ന് 35 to 40% സ്റ്റേക്ക് വാങ്ങിയിരിക്കുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് മേജർ ചേഞ്ചസ് ചെയ്യുന്നു. ആ മാനേജ്മെന്റ് ടീമിലിരുന്ന് ഓവറോൾ ന്യൂസ് പോസിറ്റീവായിരിക്കുന്ന കാരണം ഇത് കയറിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് ഇത് പ്രോബ്ലം സോൾവ് ആകും. അതായത് പാസ്റ്റിനെ പുറകെ വിടും എന്നത് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നു. ഇറാൻ എന്ത് പറയുന്നു എന്നാൽ ആരെ അമേരിക്കൻ പ്രപ്പോസലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കൊണ്ട് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. കൺഫേം ചെയ്തതിൻ്റെ ശേഷം തന്നെ സംസാരിക്കാൻ പറ്റും. കാരണം ഇപ്പോൾ സംസാരിക്കുന്നത് ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞിരുന്നു. US വന്നിട്ട് ഇറാനിയൻ ഓയിൽ ടാങ്കറിൻ്റെ മുകളിലാണ് ഫയർ ചെയ്തിരിക്കുന്നത്. ഗൾഫ് ടെൻഷനിൽ ഇത് ഇന്നും കൂടുതലായിരിക്കുന്നു. UAE വന്നിട്ട് ഓൺ ക്രഞ്ചിരിക്കുന്നു. ലെൻഡിങ് സെൻറ്റിമെൻറ്റ് അഫക്റ്റ് ആയിരിക്കുന്നു. കാരണം ഇറാൻ അവർ ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. ഇവരെ ഫേം അമേരിക്കൻ അലയും ഇവർക്ക് മുകളിൽ ഗുണ്ടിടുന്നതും പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ദുബായിൽ വന്നിട്ട് എണ്ണയും കിട്ടൂല. ഇൻ്റർനാഷണൽ ട്രാവൽ ബിസിനസ് ചെയ്യുന്നതാണ് ഡിപ്പെൻഡൻറ്റ്. അവിടെ ഒരു വലിയ ഫണ്ടിങ് ക്രഞ്ച് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഇന്ത്യയുടെ ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് 34% സ്പർജായിരിക്കുമോ 2 വർഷത്തിൽ. ഇന്ത്യൻ കമ്പനീസ് എന്ത് ചെയ്യുന്നു എന്നാൽ വലുതായി ബിസിനസ് ഇല്ലാതെ കാരണം ഗ്ലോബൽ എക്സ്പാൻഡ് ചെയ്യുന്നു. 1 വർഷത്തിൽ മാത്രം $27 ബില്യൺ കാശ് വെളിയിൽ ചെന്നിരിക്കുന്നു. സിംഗപ്പൂർ ആൻഡ് US ഇതാണ് കൂടുതൽ കാശ് പോയിരിക്കുന്നു. അതായത് ഗ്ലോബൽ ആംബിഷൻ ഉണ്ട് ഇന്ത്യൻ കോർപ്പറേഷന്. ഇന്ത്യയിൽ വലുതായിട്ട് ബിസിനസ് ഒന്നുമില്ല. ഇൻഫാക്ട് അനന്ത് രാഗേശ്വർ എന്ത് പറയുന്നു എന്നാൽ പ്രോഫിറ്റ്സ് ഒക്കെ 30% കയറിയിരിക്കുന്നു. പക്ഷേ കാശിനെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ വെളിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ GDP എക്സ്പാൻഡ് ആയിരുന്നു. പക്ഷേ ശമ്പളം കയറിയില്ല. ശമ്പളം കയറാത്ത കാരണം എന്തായെന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് ഇൻഫ്ലേഷനെ താക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ഇടയിൽ റീസെൻ്റ് നടന്ന പ്രശ്നം കാരണം ഇതിൻ്റെ കാരണമാണ്. മാനുഫാക്ചറിങ്ങിൽ പുതിയതായിട്ട് ഇന്ത്യ ഡെവലപ്പ് ആകുന്നില്ല. ഇത് ഭയങ്കര ഒരു വേദനയാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്പ് വിളിഞ്ഞിരിക്കുന്നു. കൊറിയയും തായ്വാനും AI ബൂം കാരണം കയറിയിരിക്കുന്നു. മാർക്കറ്റ് ക്യാപ്പ് ഈ 2026 മാത്രം 5% ഇറങ്ങിയിരിക്കുന്നു. ഇതിൽ വലുതായിട്ട് AI നോയ്സ് ഇല്ല എന്നാണ് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നു. ഇതിനുശേഷം ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് മാത്രം തന്നെ ഇപ്പോൾ VC ഇൻട്രസ്റ്റ് ഇരിക്കുന്നു. ആൻഡ് ഞാറോ സ്പേസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ബോംബെ ഹൈക്കോർട്ടിൽ ഒരാൾ പെറ്റീഷൻ ഇട്ടിരിക്കുന്നു. ടാറ്റ ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്. ഇത് ബേസിക്കലി മിസ്ത്രി ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇതിൻ്റെ റിസൾട്ട് വരുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. നാളെയാണ് മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ കാസ്കർഗഡ് മുംബൈ ഇരുന്ന ടൈറ്റൻ്റെ ചീഫിന് ടാറ്റാ സൺസ് ബോർഡിൽ അവരെയും ഇൻവോൾവ് ചെയ്യും എന്ന് എതിർനോക്കുന്നു. കാരണം എന്താണ് ഇവർ ഇത് ചെയ്യുന്നു എന്നാൽ ന്യൂവൽ ടാറ്റ ടൈറ്റനെ റൺ ചെയ്യുമ്പോൾ കാസ്റ്റർബഡിൻ്റെ ഒപ്പം ക്ലോസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു.
വളരെ വിശ്വാസമുള്ള ആളിനെ ബോർഡിൽ ഇടാൻ അവർ ശ്രമിക്കും. ബാങ്കിൻ്റെ പ്രോഫിറ്റ്സ് 20% കയറിയിരിക്കുന്നു. ആംഗ്ലോ ഇംഗ്ലണ്ട് പെർസെൻറ്റേജ് ഇറങ്ങിയിരിക്കുന്നു. ബാലൻസ് ഷീറ്റ് ബെറ്റർ ആയിരിക്കുന്നു. പിയും ബെറ്റർ ഉണ്ട്. ഇൻവെസ്റ്റർ കോൺഫിഡൻസും ബെറ്റർ ആയിരിക്കുന്നു. പോയ 3 വർഷത്തിൽ കാശ് കയറിയിരിക്കുന്നു. യെസ് ബാങ്ക് വളരെയായിട്ട് ബിസിനസ് കൊണ്ടുവന്നില്ല, പക്ഷേ ഷെയർസ് 20% കയറിയിരിക്കുന്നു. കാരണം 1 മാസത്തിൽ മൊമെൻറ്റം സ്ട്രോങ് ആയിരിക്കുന്നു. ആക്ച്വലി ഇന്ന് ഫ്രഷ് ലെൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. മുത്തൂട്ട് മൈക്രോ ഫൈൻ എന്നത് വന്ന് മുത്തൂട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ അബ്സിഡിയാണ്. അത് മുത്തൂട്ട് ഫിൻകാർട്ട് വന്നിപ്പോൾ 71 കോടി ലാഭം ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് ഇയർ ഹെവി ലോസ് കൗണ്ടർ ചെയ്യാനാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുത്തൂട്ട് മൈക്രോഫിൻ എന്ന് പറയുന്ന കമ്പനി ടേൺ അറൗണ്ട് ആയിരിക്കുന്നു. ഹോൾ ഡിവിഷനെ ടേൺ അറൗണ്ട് ആയ എന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ത്യൻ ഫേംസ് വന്ന് ടോട്ടൽ $21 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് അവർ സമ്മതിച്ചിരിക്കുന്നു. ഇത് കാരണം ജോബ് വിസ ബെറ്റർ കിട്ടണം എന്ന് അവർ പറയുന്നു. ഫാർമ കമ്പനി തന്നെ മെയിനായിട്ട് ചെയ്യുന്നു. ഇതിൽ സൺ ഫാർമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അർഗനോൺ എന്ന് പറയുന്ന കമ്പനിയെ വാങ്ങുന്നു. ഇൻഡസ് ബയോളജിസ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റിന് ഒബ്സർവേഷൻസിലിട്ടിരിക്കുന്നു. 7 US FDA ഒബ്സർവേഷനുണ്ട്. ഫാർമയിൽ എന്ത് കിട്ടിയിരിക്കുന്നു എന്നാൽ ട്രേഡ് മാർക്ക് ഡിസ്പ്യൂട്ടിൽ വന്ന് ഒരു ഷോർട്ട് ടേം വന്ന് ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നു. ബയോടെക് കമ്പനിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ വന്നിരിക്കുന്നു. ഫ്രൈഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ് നെയിം കൊടുത്ത് അവിടെ പ്രശ്നം വന്നിരിക്കുന്നു. അത്രേജ് കൺസ്യൂമർ വന്നിട്ട് 15,000 കോടി റവന്യൂ ക്രോസ് ചെയ്തിരിക്കുന്നു. എന്നാലും വന്ന് ഹോം ഗ്രോത്ത് സൗത്ത് ആഫ്രിക്കയിൽ തന്നെ എക്സ്പാൻഷനും ചെയ്യുന്നു. അങ്ങനെ ഇരുന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത് അത്രയും വന്നില്ല. LNDക്ക് ഓൾറെഡി ഒരുപാട് ഓർഡർ ഇരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. JSW സ്റ്റീലിലിരുന്ന് 10,000 15,000 കോടിക്ക് ഓർഡർ വരുമെന്ന് പറയുന്നു. ഇത് പിന്നെ കർണാടകയിലും ഒറീസയിലും വരും. ബജാജ് ഓട്ടോയിൻ്റെ 4th ക്വാർട്ടർ പ്രോഫിറ്റ് 34% കയറിയിരിക്കുന്നു. ആൻഡ് റവന്യൂ വന്നിട്ട് 16,000 കോടി കഴിഞ്ഞു പോകുന്നു. ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആയിരിക്കുന്ന കാരണം തന്നെ ക്യാഷ് ഫ്ലോ കാരണം സ്റ്റോക്ക് വാങ്ങി എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നു. ബജാജ് ഓട്ടോ വന്നിട്ട് മോട്ടോർ സൈക്കിൾ ഗ്രോത്ത് സ്ലോ ആകും ഒക്കെ പറയുന്നു. കാരണം കമ്പനി അടി വാങ്ങും അങ്ങനെയൊക്കെ പറയുന്നു. EV ആൻഡ് അതർ പ്രോഡക്ട്സിന് ഡിമാൻഡ് നന്നായിരിക്കും എന്ന് പറയുന്നു. ഹീറോ കാർപ്പും അതേ പറയുന്നു. 2027 സ്ലോയർ ഗ്രോത്ത് ഇരിക്കും. കോമോഡിറ്റി സൈക്കിൾ കയറുന്നത് പ്രോബ്ലം ആയിരിക്കും. അലുമിനിയം, സ്റ്റീൽ, റബ്ബർ, ഫ്യൂൽ ഇഞ്ചക്ഷൻ ഈസാകാൻ സമയമെടുക്കുമെന്ന് പറയുന്നു. റോയൽ എൻഫീൽഡ് വന്നിട്ട് 2,200 കോടി ഇൻവെസ്റ്റ് ചെയ്ത് ആന്ധ്രയിലെടുത്ത് ഫാക്ടറി തുടങ്ങിയിരിക്കുന്നു. റോയൽ എൻഫീൽഡ് വന്നിട്ട് ഔട്ട്സൈഡ് തമിഴ്നാട് ആദ്യമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇന്ത്യൻ EV സെയിൽസ് വന്നിട്ട് 75% കയറിയിരിക്കുന്നു. മെയിനാ വന്നിട്ട് ടാറ്റ മോട്ടോഴ്സും മഹേന്ദ്രയും തന്നെ ഗെയിൻ ചെയ്തിരിക്കുന്നു. MG മോട്ടറും ഇതിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സാംസങ്ങിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് 14 കോടിയായിട്ട് മാറിയിരിക്കും എന്ന് പറയുന്നു. ഈ ഷവർ ലോസിന് കുറച്ചെന്ന് പറയുന്നു AI ട്രാൻസ്ഫർമേഷൻ കാരണം. ഈ ട്രാൻസ്ഫർമേഷനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. കമ്പനി ആദ്യം സമ്പാദിച്ചുകൊണ്ട് പിന്നെ ലോസ് ചെയ്തിരുന്ന പ്രശ്നമില്ല. പെർപ്പച്വൽ ലോസ് മേക്കിംഗ് ഷീറ്റ്സ് ആണ്. ഓലായുടെ അടുത്ത് കാശ് തീർന്നു. ഓല കൺസ്യൂമർ എന്ന് പറഞ്ഞ് താൻ ഈ കമ്പനി പിരിച്ച് ഇതിനൊരു IPO ഇടാമെന്ന് അവർ വിചാരിക്കുന്നു. ഓല റിപ്പോർട്ട്സ് 25 ഹെവി ലോസ്. മാർക്കറ്റ് ഷെയർ കണ്ടിന്യൂസ് ടു ഫാൾ. മാർക്കറ്റ് ഷെയറും ഇല്ല, ഗ്രോത്തും ഇല്ല, എല്ലാം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. പൈറൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി വന്ന് ഫസ്റ്റ് സ്പേസ് ടേക്കിംഗ് യൂണിക്കോണ വരുമെന്ന് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. മേസോൺ വന്നിട്ട് മെർജസ് വീഡിയോ ഇന്ത്യ MX പ്ലെയർ ഇൻറ്റു ഫൈറ്റ് പ്ലാറ്റ്ഫോം. US പ്രൈവറ്റ് ഹയറിംഗ് ഇപ്പം തന്നെ സ്ട്രോങ് ആയിരിക്കുന്നു. D25 നിന്ന് നോക്കുമ്പോൾ ഇതൊരു സ്ട്രോങ്ങസ്റ്റ് ഗ്രോത്ത് ആണ്. നിദാന ന്യൂസ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം.
മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.